പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ പറയുന്നതാണ് ഇപ്പം എൻ്റെ മുന്നിലുള്ളത്. ഇത് ഇടത് കേന്ദ്രങ്ങൾ എന്നുള്ള നിലയിൽ കഴിഞ്ഞ തവണ എം വി ജയരാജനൊരു പത്രസമ്മേളനം നടത്തിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇടതെന്ന് തോന്നിപ്പിക്കുന്ന ചില പേരുകളിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ഒട്ടേറെ പ്രചരണങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയിരുന്നു. ഇതതിൽ ഏത് കൂട്ടത്തിൽപ്പെട്ടതാണെന്ന് എനിക്കറിയില്ല. കാഫിർ മാത്രമല്ല, ഇതിനു മുമ്പ് മാതൃഭൂമി പത്രത്തിൻ്റെ മാതൃഭൂമി ഇതിൻ്റെ കൂടെ ഉണ്ടോയെന്നറിയില്ല, ഓൺലൈൻ പേജിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നു. ആ വ്യാജ പേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ചെയ്തതിന് വ്യാജ പേജാണെന്ന് പറഞ്ഞു. മാതൃഭൂമിയോട് ചോദിച്ചപ്പോൾ അത് ഫേക്ക് പേജാണ്, ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞു. ആ ഫേക്ക് പേജ് ആരാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് കേസെടുത്തിട്ടുണ്ട്. അത് ഇടതുപക്ഷ പ്രവർത്തകരെയല്ല കേസെടുത്തിട്ടുള്ളത്, UDFൻ്റെ പ്രവർത്തകരുടെ പേരിൽ തന്നെയാണ് ആ കേസ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ ഹെഡ് കൃത്രിമമായി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിൽ എനിക്കെതിരായിട്ട് അദ്ദേഹം പറഞ്ഞു എന്ന് വരുത്തുന്ന ഒരു പോസ്റ്റ് വന്നിരുന്നു. ഇതെല്ലാം കുടുംബ സദസ്സുകളിലാണ് പ്രചരിപ്പിച്ചത്. സ്ത്രീകളുടെ അടക്കം ഇടയിൽ വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഇടതുപക്ഷത്തിനുണ്ട് എന്ന് കണ്ടപ്പോഴാണ് ഇത്തരത്തിലുള്ള ചില പ്രചരണ തന്ത്രങ്ങൾ അന്ന് സ്വീകരിച്ചിരുന്നത്. ആ കൂട്ടത്തിൽ ഏറ്റവും ഒടുവിൽ വന്നതാണ് ഈ കാഫിർ പ്രയോഗം. ഇതാരാണ് എന്നുള്ളത് കണ്ടെത്തണം. ആര് അത് ക്രിയേറ്റ് ചെയ്താലും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടല്ലല്ലോ, ഇടതുപക്ഷത്തെ അങ്ങേയറ്റം ദ്രോഹിക്കുന്നതിന് വേണ്ടിയാണല്ലോ അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ടാണ് പോലീസ് റിപ്പോർട്ട് എൻ്റെ കയ്യിലില്ല. അപ്പോൾ പോലീസ് അതിന് കൃത്യമായിട്ടുള്ള വിവരശേഖരണം നടത്തണം. ആര് ക്രിയേറ്റ് ചെയ്താലും അത് ഇടതുപക്ഷത്തിനെതിരാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് നേരെ നല്ല നടപടിയെടുക്കണം. അതോടൊപ്പം നേരത്തെ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞ് വ്യാജ പേജ് മാതൃഭൂമിയുടെ പേരിൽ എൻ്റെ പേരിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കെതിരെയും, അതുപോലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ ഹെഡ് വ്യാജമായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് എതിരായിട്ടും ഒരുപോലെ കേസെടുക്കണം. ഈ കേസ് വരട്ടെ, അത് തെളിയിക്കുമ്പോൾ അറിയാം ആരാണ് അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദി എന്നുള്ളത്. ഇപ്പോഴാരാന്നുള്ളത് എനിക്കറിയില്ല. അന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചത് മാധ്യമങ്ങൾ, ഞാൻ മറന്നിട്ടില്ല, UDF കേന്ദ്രങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ, അന്നത്തെ സ്ഥാനാർത്ഥി അറിഞ്ഞുകൊണ്ടാണോ? ഞാനന്ന് എന്താ നിങ്ങളോട് മറുപടി പറഞ്ഞത്? അതിനെ UDF കേന്ദ്രങ്ങൾ നിഷേധിക്കാത്തിടത്തോളം അങ്ങനെ വിശ്വസിക്കാനാണ് തോന്നുന്നത്. അവരത് നിഷേധിക്കുകയാണെങ്കിൽ ശരി, അവരല്ല എന്നുള്ളത് പിന്നീട് അവരുടെ കൂട്ടത്തിൽ ചിലർ എന്നോട് വിളിച്ച് പറഞ്ഞു ഞങ്ങളല്ല. ഞാൻ പറഞ്ഞു അല്ലെങ്കിലല്ല, ഞങ്ങൾക്ക് നിർബന്ധമില്ലല്ലോ ഇന്നയാളാണെന്ന് പറയാൻ. അത് ക്രിയേറ്റ് ചെയ്തത് ആരാണെങ്കിലും ഇടതുപക്ഷത്തിനെതിരായിട്ടാണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്തത് ആരായാലും അവർക്കെതിരെ നടപടി വേണം എന്നാണ് ഞാൻ പറയുന്നത്. ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ, ഇടതുപക്ഷ പാർട്ടിയിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കുന്നവർ ഇതിനെതിരായിട്ട് ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തില്ലല്ലോ. ഇടതുപക്ഷത്തിൻ്റെ പേരിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ശിക്ഷിക്കപ്പെടണം. അതാണ് ഇന്നയാളെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും LDFൻ്റെ നന്മയ്ക്ക് വേണ്ടി അങ്ങനെയൊന്നും ആരും ക്രിയേറ്റ് ചെയ്യില്ല. ഭീകരപ്രവർത്തനം എന്ന വാചകം ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സമുദായ നേതാവിൻ്റെ ആത്മീയ ആചാര്യൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡ് വ്യാജമായി സൃഷ്ടിച്ചത് ഭീകരപ്രവർത്തനം അല്ലേ? അതായിരുന്നില്ല. അതിനകത്ത് അദ്ദേഹം എന്നെ ബോംബമ്മ എന്ന് വിളിക്കണം എന്നാണല്ലോ എഴുതി വെച്ചത്. അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഞാൻ അദ്ദേഹത്തോട് അന്വേഷിച്ചു. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ലെറ്റർ ഹെഡ് വ്യാജമായിരുന്നു. അത് ഭീകരപ്രവർത്തനമല്ലേ? അങ്ങനെ ക്രിയേറ്റ് ചെയ്തതിൽ ആർക്കെതിരായിട്ടാണ് കേസെടുത്തത്? ഞാൻ ഇതെല്ലാം കൂടിയാണ് കാണുന്നത്. നേരാമണമുള്ള രാഷ്ട്രീയം പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിന് മത്സരിക്കണമെന്നാണ് ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അന്നും പറഞ്ഞത്. ഞാൻ ഇന്നും അതാണ് പറയുന്നത്. രാഷ്ട്രീയ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. അതിന് പകരം തെറ്റായിട്ടുള്ളത് അത് ഏത് സ്ഥാനാർത്ഥിക്കെതിരായാലും അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല എന്നൊന്നും ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇന്നും ഞാൻ എനിക്കെതിരായിട്ട് വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പ്രതികരിച്ചു. വളരെ ക്രെഡിബിലിറ്റി ഉള്ള KK പോലുള്ളവരാണ് ഇത് ഷെയർ ചെയ്തത് എന്നതാണ് എൻ്റെ ഒരു. അതെ, അങ്ങനെ ഷെയർ ചെയ്യണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ലതികയോട് ഞാൻ ചോദിച്ചു എന്തിനാണത് ഷെയർ ചെയ്തത്? അല്ല, ഇങ്ങനെയെല്ലാം നടക്കുന്നുണ്ടെന്ന് പൊതുജനം അറിയണ്ടേ? അതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്ത് കാണിച്ചു. ആ ഷെയർ ചെയ്തതാണോ ഏറ്റവും വലിയ അപരാധം? ഷെയർ ചെയ്യണ്ടായിരുന്നു. ഷെയർ ചെയ്തതായിരുന്നു ഏറ്റവും വലിയ അപരാധം. ക്രിയേറ്റ് ചെയ്തതോ? ഇത് ക്രിയേറ്റ് ചെയ്തത് ആരാണെന്നുള്ളത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, കണ്ടെത്തട്ടെ. അതാരായാലും X or Y അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ധാർമ്മികമല്ല. പക്ഷേ നിങ്ങൾ ഈ കാഫിർ മാത്രമല്ല അന്വേഷിക്കേണ്ടത്, മീഡിയ. നിങ്ങൾ അന്വേഷിക്കേണ്ട അതിനു മുമ്പ് ആത്മീയ ആചാര്യന്മാരുടെ ലെറ്റർ ഹെഡ് പോലും വ്യാജമായിട്ട് ക്രിയേറ്റ് ചെയ്തത് ആരാ അന്വേഷിക്കണ്ടേ? അത് നിങ്ങൾ വാർത്തയാക്കണ്ടേ? അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ്, അങ്ങനെയാണോ? നന്നായിട്ടായിരിക്കും പോലീസ് അന്വേഷിക്കുന്നുണ്ടാവുക. അന്വേഷണം നടത്തുന്നതുകൊണ്ടാണല്ലോ ഇപ്പോൾ തുമ്പ് കിട്ടിയെന്നൊക്കെ പറയുന്നത്. എനിക്കറിയില്ല, പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് സ്വാഭാവികമായിട്ടും എടുക്കുന്ന സമയമാണ്. ഒരു സൈബർ ക്രൈം നിങ്ങൾക്കെല്ലാം പറയുന്ന പോലെ അത്ര എളുപ്പമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നിന്ന് ചില വിവരങ്ങൾ വെളിയിലൊക്കെ പോയിട്ട് ഞാൻ അറിഞ്ഞെടുത്തോളം
ഗൾഫ് രാജ്യങ്ങളിലും ബാംഗ്ലൂരും ഒക്കെ അയച്ചിട്ട് അവിടുന്ന് ഫേക്ക് ID ക്രിയേറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഒരാഴ്ചയോ 2 ദിവസമോ ഇത് കുടുംബ ഗ്രൂപ്പുകളിൽ കറങ്ങിയാൽ പിന്നെ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നല്ല പ്രയാസമാണെന്നാണ് സൈബർ വിങ്ങിൻ്റെ ആളുകളും പറയുന്നത്. കേട്ടല്ലോ, അത്തരത്തിൽ ഫേക്ക് ID ക്രിയേറ്റ് ചെയ്ത് അത് പിന്നീട് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാഫിറിൻ്റെ ഐഡിയും ആരാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്തത് അത് ഫേക്കാണെന്ന് നിങ്ങൾക്കിപ്പോൾ പറയാം. പക്ഷേ ആ ഫേക്ക് ID ക്രിയേറ്റ് ചെയ്തിട്ട് ഞങ്ങളല്ല എന്ന് പറയാനാണോ? ഇതെല്ലാം പരിശോധിക്കണം. ഈ പോലീസ് റിപ്പോർട്ടിൽ പറയുന്ന ചില പേരുകളുണ്ട്, ഈ ഇടങ്ങൾ അതെല്ലാം പരിശോധിക്കുമ്പോൾ മുൻകാലങ്ങളിലും ഇതുപോലെ CPM-ന് വേണ്ടി പ്രചാരണം നടത്തുന്ന അത് ചില ഇത്തരത്തിലുള്ള ചില ID ക്രിയേറ്റ് ചെയ്തുകൊണ്ട് CPM-ന് വേണ്ടിയെന്ന് ഭാവിക്കുകയും അതിൻ്റെ അകത്ത് CPM വിരുദ്ധമായിട്ടുള്ള പ്രചരണം നടത്തുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പത്രസമ്മേളനം നടത്തിയത്. നിങ്ങൾക്കറിയാമല്ലോ. പുറമേ ചിലപ്പോൾ ഒരു ചുവന്ന കൊടി വെക്കും, അല്ലെങ്കിൽ ഒരു CPM-ൻ്റെ ചിഹ്നം വെക്കും. പക്ഷേ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകളെ ആകർഷിച്ചിട്ട് CPM-നെതിരായിട്ടുള്ള പ്രചരണം നടത്തുന്ന ഫേക്ക് ID ക്രിയേറ്റ് ചെയ്യുന്നത് CPM-കാരല്ല. അതാദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാതൃഭൂമിയുടെ ഫേക്ക് ID-യും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാം എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നിന്നാവാനാണ് സാധ്യത എന്നാണ്. ലെഫ്റ്റ് ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നാണ് തീർച്ചയായിട്ടും ഇടതുപക്ഷ ആശയഗതികൾ നേരാവണ്ണം രാഷ്ട്രീയ പ്രശ്നങ്ങൾ പറഞ്ഞ് ജനങ്ങളെ സമീപിക്കുക എന്നതാണ്. അല്ലാതെ നുണപ്രചരണം നടത്തി എളുപ്പത്തിൽ വോട്ട് തേടുക എന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ മാർക്സിസ്റ്റ് പാർട്ടിയോ ഒരിക്കലും സ്വീകരിച്ചിട്ടുള്ള സമീപനമല്ല, സ്വീകരിക്കുകയുമില്ല.